ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി അദ്ദേഹത്തിന്റെ ഇഹ്യാഉൽ ഉലുമീദ്ദീനിൽ പറയുന്നത് കാണാം, അസൂയ 3 ജാതിയാണ്. ആ അസൂയയിൽ 3 ജാതി അസൂയയിൽ ഒരു അസൂയ ഹറാമാണ്, വേറൊരു ഹസദ് ജായിസാണ്, പിന്നെ ഒരു ഹസദ് സുന്നത്താണ്. 3 ജാതി ഹസദ് ഉണ്ട്. നമ്മൾ പറയൂ, ആ സുന്നത്തായ ഹസദ് ഒന്ന് പാക്ക് ചെയ്ത് തന്നാൽ അതൊന്ന് വൈകുന്നേരം പോകുമ്പോൾ കൊണ്ടുപോയാൽ വലിയ സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹസദ് സുന്നത്താവൽ എപ്പോഴാണ്? അത് ഹസദ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ അത് ഹസദ് അല്ല. ഇമാം ഗസാലി ഇത് 3 ഇങ്ങനെ വേർതിരിച്ച് പറയാണ്. ഇമാം ഗസാലി ആരാണ്? വലിയ ഡോക്ടറേറ്റ് നേടിയ ആളല്ലേ, എല്ലാ വിഷയത്തിലും വലിയ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇൽമിനെ പിന്നെയും പിന്നെയും കൂട്ടിത്തരട്ടെ. അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറയുന്നു, പാടില്ലാത്ത അസൂയ ഏതാണ്? നിന്റെ സഹോദരന് അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തു, ആ അനുഗ്രഹം നീങ്ങിക്കിട്ടണമെന്ന് നീ ആശിച്ചാൽ, ആ അനുഗ്രഹം ആ മനുഷ്യനിൽ നിന്ന് എടുത്തു പോകണമെന്ന് നീ ആഗ്രഹിച്ചാൽ അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. ആ അസൂയ പാടില്ല. ഒരാൾ കൊണ്ടോട്ടി അങ്ങാടിയിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അദ്ദേഹവും നമ്മൾ ഒന്നിച്ചു പോയതാണ് മുമ്പ് അബുദാബിയിൽ. നമ്മൾ ഒരു വഴിക്ക് പോന്നു, അയാൾ മറ്റേ വഴിക്ക് വന്നു. അയാൾ വലിയ 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 ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉഷാറാവുകയാണ്, അയാൾ ഉയരുകയാണ്. നമ്മൾ തുടങ്ങിയതൊക്കെ പരാജയപ്പെടുകയാണ്. നമ്മളെല്ലാം പരാജയത്തിലാണ്. അയാളിങ്ങനെ ഉയരുകയാണ്. ആ കെട്ടിടത്തിന്റെ പണി നടക്കുമ്പോൾ, അതിൻ്റെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോൾ ആ കെട്ടിടത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചാരോ പറഞ്ഞു, നമ്മളെ അബ്ബാസ് ഹാജിന്റെ ബിൽഡിംഗ് ആണുള്ളത്. അപ്പൊ നമ്മളെ പ്രതികരണം, ഏതബ്ബാസ്? അവനൊക്കെ നമ്മക്കറിയാം, ഈ വേറെന്തോ പറ. അല്ല, അതല്ലേ നമ്മളെ അബ്ബാസ് ഹാജി, ആ സംഭാവന കൊടുക്കുന്ന എല്ലാം കണക്കാണ് എന്ന് പറഞ്ഞ് മോശമായ പദപ്രയോഗങ്ങൾ നടത്തി. എന്തിനു നമ്മൾ അയാളെ സംബന്ധിച്ച് വേണ്ടാത്തത് പറയണം? അയാളെ അനുഗ്രഹങ്ങൾ നീങ്ങിക്കിട്ടണമെന്ന് നമ്മളെ കൽബിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ചു പോയാൽ നമ്മൾ പിന്നെ ഖുർആന്റെ ആളല്ല, നമ്മൾ സുന്നത്തിന്റെ ആളല്ല, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആളല്ല. അതേ സമയത്ത് ഒരു അസൂയ, അത് സുന്നത്തുള്ളതുണ്ട്. ഒരു ആലിം, ഒരു ഖുർആൻ പഠിച്ച വിദ്യാർത്ഥി, ഒരു കുട്ടി ഖുർആൻ പഠിച്ചു, നന്നായി പഠിച്ച് ആ കുട്ടിയതാ അന്താരാഷ്ട്ര മത്സരത്തിന് വേണ്ടി ദുബൈയിലേക്ക് പോയി. മർക്കസിൽ നിന്ന് പഠിച്ച കുട്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച കുട്ടിയോ, ആ കുട്ടി വിദേശ നാട്ടിലേക്ക് പോയി അവിടെ ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് നമ്മളെ സ്വന്തം മകനിലേക്ക് നോക്കി നമ്മളിങ്ങനെ നെടുവീർപ്പിടുകയാണ്. അതേ പ്രായവും അതേ രൂപവും എല്ലാം ഉള്ള നമ്മളെ കുട്ടിക്കത് സാധിച്ചില്ലല്ലോ, റബ്ബേ അതുപോലെ എൻ്റെ കുട്ടിയുമായാൽ നന്നായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് സുന്നത്താണ്, റബ്ബിനോട് കൂലി കിട്ടും. നല്ല വിചാരമാണ്. ലാ ഹസദ ഇല്ലാ ഫി സനത്തൈനി റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആന ഫഅല്ലമഹു വറജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫഹുവ യുൻഫിഖു സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ ഒന്ന്, നമ്മളെ സഹോദരൻ ഒരു കാർ വാങ്ങി, ആ കാറിൽ അയാൾ ഇങ്ങനെ പോകുന്നു. പ്രഭാഷണം നടക്കുന്ന സമയത്ത് അയാൾ കൃത്യസമയത്തെത്തി. നമ്മളും അയാളും ഒന്നിച്ച് നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അയാൾ അവിടെ എത്തി. നമ്മൾ പ്രസംഗം എല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കസേരയില്ല, സീറ്റുമില്ല, പിന്നിലാണ്. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അയാൾക്ക് കാറുണ്ട്, നമുക്ക് കാറില്ലല്ലോ, ഒരു കാറൊക്കെ കിട്ടിയാൽ സുഖമായിരുന്നു എന്ന് വിചാരിക്കൽ ജായിസാണ്. ഇത് സുന്നത്തല്ല, ജായിസാണ്.